നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കഴുത്തിലുണ്ടാകുന്ന ബ്ലാക്ക് പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ അവിടെ തടിച്ച് ബ്ലാക്ക് ആയിട്ട് പിഗ്മെന്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു ഭയങ്കരമായിട്ടും ഒത്തിരി ആൾക്കാർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാക്റ്റ് റീസൺസ് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രതിവിധികൾ എന്തൊക്കെയാണ്? റീസൺസ് അറിയാതെ പ്രതിവിധി മാത്രം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അണ്ടർലൈങ് മെഡിക്കൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കണ്ടീഷന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോകുന്ന ഒരു കാര്യം, അതിന് പോവാൻ നമുക്ക് പുറത്തുനിന്ന് കൊടുക്കാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഹോം റെമഡീസ് എന്ന് ആദ്യം മനസ്സിലാക്കാം. മെഡിക്കൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. ചില മെഡിക്കൽ കണ്ടീഷൻസ് ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ടത്, അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഹൈ ഇൻസുലിൻ ലെവൽ ഇൻ ദ ബോഡിയൊക്കെയാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസിലൊക്കെ ഇൻസുലിൻ ലെവൽസ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കഴുത്തിൽ പിഗ്മെന്റേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു ഇതുണ്ടെങ്കിൽ ഡയബറ്റീസ് കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ പിഗ്മെന്റേഷൻ എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുള്ളൂ. ഒബേസിറ്റി, ഓവർ തടിയുള്ള ആൾക്കാർക്കും ഇതേ പ്രശ്നമുണ്ട്. ഹോർമോണൽ ഇംബാലൻസിൽ മെയിനായിട്ടും PCOS, പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസിൽ പെൺകുട്ടികൾക്കൊക്കെ സാധാരണ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കഴുത്തിന് ചുറ്റും കറുപ്പ് പാട് കാണാവുന്നതാണ്. തൈറോയിഡ് ഡിസീസസിലും കാണാം, പ്രഗ്നൻസിയിലും കാണാം. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം ഹോർമോണൽ റിലേറ്റഡ് ആണ്. പ്രഗ്നൻസി നമുക്ക് ഡെലിവറി കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ എന്തെങ്കിലും ഓയിൽസോ കാര്യങ്ങളോ അപ്ലൈ ചെയ്താൽ പോകും. PCOSും തൈറോയിഡ് ഡിസീസും ആണെങ്കിൽ കറക്റ്റ് ആയിട്ടും അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ ആപ്ലിക്കേഷന് പോവുക എന്നുള്ളതാണ്. അടുത്തത് മെയിനായിട്ടും ചില ആൾക്കാർക്ക് UV എക്സ്പോഷർ മൂലം ഉണ്ടാവാം. UV എക്സ്പോഷർ കൊടുക്കുമ്പോഴത്തേക്കും മെലാനിൻ പിഗ്മെന്റേഷൻ കൂടുകയും അതുപോലെ തന്നെ അതായത് ഡാമേജ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു തിക്ക് ലെയർ, ഒരു സെൽസ് കുറച്ച് കട്ടിയാവുകയും അവിടെ കുറച്ച് മടങ്ങി അല്ലെങ്കിൽ ഇച്ചിരി ബ്ലാക്കിഷ് ഡിസ്കളറേഷനിൽ ഇരിക്കുന്നത് പോലെ തോന്നുകയും ചെയ്യും. തീർച്ചയായിട്ടും അതൊക്കെ മാറ്റാൻ വേണ്ടി സൺസ്ക്രീൻ അല്ലാതെ നമുക്ക് വേറെ ഒരു വഴിയില്ല. എന്നിട്ട് വന്നുപോയ ഡാമേജിനെ മാറ്റാൻ ഹോം റെമഡീസ് ഉപയോഗിക്കാം. അടുത്തത് ചില ആൾക്കാർക്ക് ഫ്രിക്ഷനും ഇറിറ്റേഷനും മൂലം ഉണ്ടാകും കേട്ടോ. ചില ആളുകൾ യൂണിഫോം ഒക്കെ പോളിസ്റ്റർ ടൈപ്പ് യൂണിഫോം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ കോളർ ടൈപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളും പുരുഷന്മാർക്കും കുട്ടികൾക്കൊക്കെ അത് ഒരഞ്ഞിട്ടുണ്ടാകുന്ന ഫ്രിക്ഷൻ മൂലം തീർച്ചയായിട്ടും കഴുത്തിൽ കറുപ്പ് കണ്ടിട്ടുണ്ട്. അതുപോലെ മാല, അത് ചിലപ്പോൾ സ്വർണ്ണമായിരിക്കാം, അല്ലാതായിരിക്കാം, വേറെ എന്തെങ്കിലും മെറ്റൽ ആയിരിക്കാം. ആ ഒരു നെക്ലേസ് മാല ഉപയോഗിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നല്ല മെറ്റൽ അല്ല, അല്ലെങ്കിൽ ഫ്രിക്ഷൻ, ഈവൻ ഗോൾഡിൽ തന്നെ ഫ്രിക്ഷൻ നമുക്ക് പ്രശ്നമാവുന്നുണ്ടെങ്കിൽ, ഗോൾഡ് ചൂട് വലിച്ചെടുക്കുന്ന ഒരു സാധനമാണ്. ഇത് ചൂടായിട്ട് ഒരഞ്ഞിട്ട് തന്നെയും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ ഗോൾഡ് മാറ്റുക, സിൽവറിലേക്ക് മാറുക. സിൽവർ മെയിനായിട്ടും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ല. ഫ്രിക്ഷൻ കുറയ്ക്കുന്ന ശരിക്കും അത്ര കുഴപ്പം ഉണ്ടാക്കുന്നതല്ല കേട്ടോ. അതുപോലെ തന്നെ ചില മെഡിക്കൽസ് ഓറൽ കോൺട്രാസെപ്റ്റീവ്സ് പോലത്തെ PCODക്ക് കൊടുക്കാം, ഗർഭനിരോധനമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെഡിസിൻസ്, പിൽസ് ഒക്കെ കഴുത്തിൽ കറുപ്പുണ്ടാക്കുന്നതാണ്. കൊളസ്ട്രോളിന്റെ മെഡിസിൻ കഴിക്കുന്ന ചില കൊളസ്ട്രോളിന്റെ മെഡിസിനിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കഴുത്തിലെ കറുപ്പുണ്ടാക്കുന്നതാണ്. സ്റ്റിറോയിഡ്സ് ഒക്കെ തീർച്ചയായിട്ടും കഴുത്തിൽ മിക്കവാറും കറുപ്പുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് പെടുന്നത് ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നില്ലെങ്കിൽ എടുക്കുക. ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനോട് തന്നെ ആയുർവേദം അനുശാസിക്കുന്ന കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. നാൽപ്പാമരാതി കോക്കനട്ട് ഓയിൽ കഴുത്തിൽ പരട്ടുന്നത് വളരെ നല്ലതാണ്. ഏലാതി കോക്കനട്ട് ഓയിലും കഴുത്തിൽ പരട്ടുക. 45 മിനിറ്റ്സ് തീർച്ചയായിട്ടും നിൽക്കണം. പിന്നെ പയറുപൊടിയോ എന്തെങ്കിലും അല്ലെങ്കിൽ ആയുർവേദിക് സോപ്പോ വെച്ച് ഇത് കഴുകിക്കളയാവുന്നതാണ്. ഇരട്ടി മധുരത്തിന്റെ പൊടിയും പനിനീരും ഉപയോഗിച്ചൊരു കുഴമ്പ് രൂപത്തിലെ മിക്സർ ഉണ്ടാക്കിയിട്ട് ഇത് കഴുത്തിന് ചുറ്റും പരട്ടി ബ്ലാക്ക്നെസ് ഉള്ള സ്ഥലത്ത് പരട്ടി ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയാം. രക്തചന്ദനവും തേങ്ങാപ്പാലിൽ രക്തചന്ദനം ഉരച്ചെടുത്ത് അതൊരു പേസ്റ്റ് രൂപത്തിൽ കഴുത്തിൽ പരട്ടുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ എന്ത് ഹോം റെമഡീസ് ചെയ്ത് വെയിലത്ത് പോകുന്ന ആളാണെങ്കിലും തീർച്ചയായിട്ടും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അതിന് മുകളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക പകൽ സമയങ്ങളിൽ. വൈകിട്ട് ഇതുപോലത്തെ ഹോം റെമഡീസ് ചെയ്യുകയും ചെയ്യുക കേട്ടോ. തീർച്ചയായിട്ടും മാറ്റം വരും. പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ ശേഷം നാൽപ്പാമരാതി കോക്കനട്ട് ഓയിലും അല്ലെങ്കിൽ രക്തചന്ദനമോ കസ്തൂരിമഞ്ഞളോ അപ്ലൈ ചെയ്താൽ മാത്രം മതി. 3 മാസം കൊണ്ട് കംപ്ലീറ്റ്ലി കഴുത്തിലെ കറുപ്പ് പോകുന്നതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.